നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഞെട്ടിക്കുന്ന ഒരു സമനിലയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് 3 ഗോളുകളുടെ ലീഡുണ്ടായിരുന്നു. അങ്ങനെ വിജയം ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഫെയനൂർദ് 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് തിരിച്ചു വരികയായിരുന്നു. ഇതോടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആ ഒരു കഷ്ടകാലം ഇപ്പോഴും തുടരുകയാണ്. അവസാനത്തെ 6 മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 5 മത്സരങ്ങളിൽ തുടർച്ചയായി അവർ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. 5 തോൽവിക്ക് ശേഷമാണ് ഈ ഒരു സമനില കൂടി, ഞെട്ടിക്കുന്ന രൂപത്തിലുള്ള സമനില കൂടി വഴങ്ങേണ്ടി വന്നത് എന്നത് സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോളയെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ച ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വയം മുഖത്തും അതുപോലെ തന്നെ തലയിലുമൊക്കെ മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൂക്കിലായിരുന്നു അദ്ദേഹം തന്നെ മുറിവ് ഏൽപ്പിച്ചത്. കൂടാതെ മുഖത്ത് പല സ്ഥലങ്ങളിലും പാടുകൾ ഉണ്ടായിരുന്നു. വളരെ ദേഷ്യത്തോടു കൂടി അദ്ദേഹം മുഖം മാന്തി പൊളിച്ചതിൻ്റെ ഒരു ലക്ഷണമായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. മത്സരശേഷം ഇതേക്കുറിച്ച് പെപ്പ് തന്നെ സംസാരിച്ചിട്ടുണ്ട്. നഖം കൊണ്ടാണ് ഞാൻ മൂക്കിൽ മുറിവ് ഏൽപ്പിച്ചത്. ഞാൻ എന്നെ തന്നെ വേദനിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഇതാണ് ഇതിൻ്റെ കാരണമായി കൊണ്ട് പെപ്പ് പറഞ്ഞിട്ടുള്ളത്. അതായത് സിറ്റിയുടെ ആ ഒരു സമനിലയിൽ അത്രയധികം നിരാശയും ദേഷ്യവും ഒക്കെ ഈ ഒരു പരിശീലകന് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം മത്സരത്തിൽ വിജയിച്ച് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം 3 സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്തിയിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ പാളിപ്പോവുകയായിരുന്നു. അതേക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. പെപ്പിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തീർച്ചയായും ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. ഞാൻ 3 മാറ്റങ്ങൾ വരുത്തി. ശരിയാണ്, മത്സരം അവസാന സമയത്തിലേക്ക് എത്തിയിരുന്നില്ല. പക്ഷേ 3 ഗോളുകളുടെ ലീഡ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു അപകടവും കണ്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്തിയിട്ടുള്ളത്. ഇതാണ് പെപ് ഗാർഡിയോള പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ രൂപത്തിൽ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. കരിയറിലെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് പെപ്പ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ വലിയ വെല്ലുവിളിയാണ് ഇനി അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. പ്രീമിയർ ലീഗിൽ അടുത്തതായി നടക്കുന്ന മത്സരത്തിൽ മിന്നും ഫോമിൽ കളിക്കുന്ന ലിവർപൂളാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ. ലിവർപൂളിൻ്റെ മൈതാനമായ ആൻഫീൽഡിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.